പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജോഷ് ടോക്കിലൊരു മോഹൻകുമാർ എന്ന് പറയുന്നൊരു ആള് സ്ത്രീകളെപ്പോഴും അസംതൃപ്തരാണ്. അവർ ഒരു ജീവിതത്തെപ്പറ്റി ഒരു തിരക്കഥ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് അതങ്ങ് അഭിനയിക്കുകയാണ് എന്നൊക്കെയുള്ള കമൻറ്റുകളോടുകൂടി എപ്പോൾ നോക്കിയാൽ ഇവരെല്ലാം അസംതൃപ്തരാണ് എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളോടുകൂടി ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കാണാനിടയായി. സ്ത്രീകളിൽ പലപ്പോഴും കുറച്ച് ഓൾഡർ ആയിട്ടുള്ളവരിൽ കൂടും സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു കാര്യം സ്വന്തം മക്കളുമായിട്ട് അടിപിടി, അത് കഴിഞ്ഞിട്ട് ഈശ്വര ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ടൈപ്പ് ഡയലോഗ്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തോ ഒരു തൃപ്തിയില്ലായ്മ, ഞാൻ ഹാപ്പി അല്ല എന്നുള്ളൊരു പ്രഖ്യാപനം പോലെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമുക്കൊന്ന് അന്വേഷിക്കാം. വ്യക്തികൾ എന്തോ കുട്ടിക്കാലത്തെ അനുഭവങ്ങളും ഓർമ്മകളും വെച്ച് സ്വയം ഒരു തിരക്കഥ അങ്ങ് എഴുതി അതങ്ങ് അഭിനയിക്കാൻ തുടങ്ങുകയാണ്. പിന്നെയുള്ള ജീവിതകാലം മുഴുവൻ ഇത് അഭിനയിച്ച് തീർക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് പോലും. അത് അന്ന് താഴെയായിട്ട് കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിരിക്കുന്നു. അതിൽ ഒരാൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വലിയ ശതമാനം സ്ത്രീകൾക്കും സംതൃപ്തി എന്നൊരവസ്ഥയില്ല. പണ്ടത്തെ ആണുങ്ങളായിരുന്നെങ്കിൽ നല്ല അടിയൊക്കെ കൊടുക്കുമായിരുന്നു, അവർ നല്ല ബോറന്മാരായിരുന്നു, അലമ്പായിരുന്നു. അവർ ശരിക്ക് അടിയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഇവർ മര്യാദയ്ക്കൊക്കെ വീട്ടിൽ വലിയ റോളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് മര്യാദയ്ക്കൊക്കെ നിന്നു. ഇപ്പോൾ അവർക്ക് റോളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പൂണ്ട് വിളയാടുന്നത്. അപ്പോൾ വേറൊരാൾ പറയുന്നു, തള്ളയാണെന്ന് കരുതി അങ്ങ് ക്ഷമിക്കുന്നതാണ്, തുടങ്ങുമ്പം തന്നെ ചൂലെടുത്ത് പുറന്നിടുക അടിക്കണം. മറ്റൊരു ആൾ പറയുന്നത്, ഇവർക്ക് ഡ്രാമ ഇല്ലാതെ ജീവിക്കാനേ പറ്റില്ല എന്നാണ്. അവരുടെയൊക്കെ പേര് പറയാൻ എനിക്കറിയാം, പക്ഷേ ഞാനത് എടുത്ത് കോട്ട് ചെയ്യുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. മറ്റൊരാൾ പറയുന്നത്, നല്ല ഇറച്ചിക്കകത്ത് കയറുന്ന പേരിക്ക് കൊടുത്താൽ ഈ രോഗം അങ്ങ് മാറിക്കിട്ടും എന്നൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം, ഇവരൊക്കെ പറയുന്ന ഈ കമൻറ്റുകളുടെയൊക്കെ അർത്ഥം, ഈ കമൻ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതിയുടെ ഒരു ചെറിയ ഇതാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്ന ഈ കമൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, സ്ത്രീകൾ കാണിക്കുന്ന ഈ അസംതൃപ്തി അവരുടെ അഹങ്കാരം കൊണ്ടാണ്. അവർ കിട്ടാത്തത് കൊണ്ടാണ്. തല്ല് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് നേരെയാകും. ഉളുമാരെയൊക്കെ തല്ലി വേണം ശരിയാക്കാൻ എന്നുള്ളതാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് അങ്ങനെ അങ്ങ് മിണ്ടാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. സ്ത്രീകളെ നല്ലപോലെ ഉപദ്രവിച്ച് ഈ വിഷയത്തിനൊരു അടിച്ചൊതുക്കി ഇട്ടുകൊണ്ട് ഈ വിഷയം ശരിയാക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് അവർ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ മോഹൻകുമാർ ഇത്തിരി പ്രായമൊക്കെയുള്ളൊരു മനുഷ്യനാണ്, ലോകം കണ്ട മനുഷ്യനാണ്, കുടുംബം ഉണ്ടായിരുന്ന മനുഷ്യനാണ്, ഒരുപാട് ആളുകളെ ട്രെയിൻ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്, അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ മനുഷ്യന് എന്ത് സംതൃപ്തി ആയിരിക്കും ഇയാളിൽ നിന്ന് ട്രെയിനിങ് ചെയ്ത് പോയതിന് ശേഷം ആ സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ളതെന്നുള്ളതിനെപ്പറ്റി, എന്ത് സമാധാനം അവർക്ക് കിട്ടിയിട്ടുള്ളതിനെപ്പറ്റി ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ജീവിതം, ഈ സ്ത്രീകളുടെ ജീവിതം നേരെ അങ്ങ് തിരിച്ചിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുക. അതായത് ഇദ്ദേഹത്തിന് പഠിച്ചൊക്കെ ഒരു യൗവനത്തിലോട്ട് കിടക്കുന്ന പ്രായമാകുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്വത്തും മുതലുമൊക്കെ സ്ത്രീധനമായിട്ടൊക്കെ മേടിച്ച് ഒരു പെണ്ണിൻ്റെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോവുക. എന്നിട്ട് ആ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ജോലികളും ഒക്കെ ചെയ്ത് അവർക്ക് വിധേയപ്പെട്ട് അവിടുത്തെ ആളുകൾ, അപരിചിതരായിട്ടുള്ള മനുഷ്യരിൽ നിന്നുള്ള ഒരു സ്നേഹമയമല്ലാത്ത പെരുമാറ്റമൊക്കെ സഹിച്ച്, ആ സ്ത്രീയുടെ ആധിപത്യമാണ് അവിടെ നടക്കുന്നത്, അതുമൊക്കെ സഹിച്ച് ജോലികളുമൊക്കെ ചെയ്ത് ജീവിച്ച് കൊടുക്കുക. എന്നിട്ട് ഇവർക്ക് മോഹൻകുമാറിൻ്റേതായ ഒരു ആളുകളും ആ പരിസരത്തെങ്ങും ഉണ്ടാവരുത്. രക്തബന്ധത്തിലുള്ളതോ നാട്ടിലുള്ളതോ സ്വന്തത്തിലുള്ളതോ ഉള്ള ഒരാളും അവിടെ കാണരുത്. ഒറ്റപ്പെട്ടായിരിക്കണം അവിടെ ജീവിക്കുന്നത്. ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ ഭാര്യയുടെ വീട്ടുകാരൊക്കെ കാണും, അവരുടെ ആൾക്കാരൊക്കെ കാണും. അവരൊക്കെ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരും, അല്ലെങ്കിൽ നിയന്ത്രണങ്ങളൊക്കെ നിങ്ങളുടെ മേലെ ഏർപ്പെടുത്തും. നിങ്ങളിങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിക്കണം, നിങ്ങളൊരു പുരുഷനാണ്, നിങ്ങളിങ്ങനെയാണ് ജീവിക്കേണ്ടത്, എല്ലാ പുരുഷന്മാരും ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ നിങ്ങളോട് കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ തന്ന് നിങ്ങളെ അവിടെ ജീവിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാനുള്ള സാഹചര്യങ്ങളോ അതിനുള്ള അവസരങ്ങളോ ഒന്നും കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ തന്നെ നിങ്ങൾ അവരുടെ ആ സ്ത്രീയുടെ താല്പര്യം അനുസരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കൊടുക്കണം.
പിന്നെ അതുപോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ആഹാരം, നിങ്ങളുടെ രോഗാവസ്ഥയോ ബുദ്ധിമുട്ടുകളോ ഒന്നും നോക്കണ്ട. നിങ്ങൾ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ആഹാരങ്ങൾ റെഡിയാക്കി കൊടുക്കണം. അവരുടെ അച്ഛനെയും അമ്മയും നോക്കണം. അവരുടെ വീട്ടിൽ ഉണ്ടാകുന്ന കല്യാണങ്ങൾ, ചടങ്ങുകൾ, കാര്യങ്ങൾ, ഇതിനെല്ലാം നിങ്ങൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം തയ്യാറായി എല്ലാം ചെയ്തു കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്കിടെ നിങ്ങൾക്ക് ഇടയ്ക്കിടെ അവൾ ഓരോ തല്ല് തരുന്നുണ്ട്, പിന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ മക്കളുണ്ടായി, ആ മക്കൾ വളർന്നു വരുമ്പോൾ മക്കളുടെ ഭാഗത്തുനിന്നും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു സ്ത്രീയുടെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര സംതൃപ്തനായിരിക്കും? നിങ്ങൾ സംതൃപ്തനായിരിക്കുമോ? ഇത് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളൊരു സ്ത്രീയുടെ ഭാഗത്തേക്ക് ഇറങ്ങി വന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും സ്ത്രീകൾ എന്താണ് അസംതൃപ്തരായി കാണപ്പെടുന്നത് എന്നുള്ളതിൻ്റെ കാരണം നിങ്ങൾക്കപ്പോഴേ മനസ്സിലാകുകയുള്ളൂ. വെറുതെ ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയരുത്. അതിൻ്റെ അന്തർധാര മനസ്സിലാക്കിക്കൊണ്ട് വേണം. സ്ത്രീകളുടെ സാമൂഹികാവസ്ഥ ഒരു അടിമവത്കരിച്ചിരിക്കുന്ന പുരുഷന് വേണ്ടിയിട്ട്, പുരുഷ ജീവിതം വസന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമാണ് സ്ത്രീകൾക്ക് തന്നിരിക്കുന്നത്. എവിടെയോ ഉള്ള ഒരു പുരുഷന് വേണ്ടി ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്നെങ്കിൽ അതിനെപ്പറ്റി അറിവുള്ള സ്ത്രീകൾ ഒരിക്കലും സംതൃപ്തരായിരിക്കത്തില്ലെന്നുള്ള സത്യം നിങ്ങളൊന്ന് തിരിച്ചറിയുക. നന്ദി, നമസ്കാരം.